എറണാകുളം വേളാങ്കണ്ണി വീക്ക്ലി എക്സ്പ്രസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഫസ്റ്റ് പാർട്ടി കണ്ടത് നമ്മൾ എറണാകുളത്ത് നിന്ന് നമ്മൾ ചെങ്കോട്ട പുനലൂർ ആ വഴിക്ക് നമ്മളുടെ മാനാമധുര വരെ വന്നതാണ്. അപ്പോൾ നിങ്ങളിനി കാണാൻ പോകുന്നത് മാനാമധുരയിൽ നിന്ന് നമ്മളിനി കാരൈക്കുടി വഴി ട്രിച്ചി തഞ്ചാവൂർ വിട്ട് വേളാങ്കണ്ണി പോയിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് എറണാകുളം പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ദിവസം ഈ വണ്ടി ഡൈവേർട്ടായാണ് പോകുന്നത്. ഈ വണ്ടിയുടെ ഒറിജിനൽ റൂട്ട് ശരിക്കും നമ്മൾ പുനലൂർ വഴി വിരുദ്ധനഗർ വന്നിട്ട് അവിടെ നിന്ന് മധുരൈ ഡിണ്ടിക്കൽ ട്രിച്ചി അങ്ങനെ കയറിയാണ് പോകുന്നത്. പക്ഷേ ഈ വണ്ടി ഇന്ന് പോകുന്നത് വിരുദ്ധനഗറിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് മാനാമധുരൈ കാരൈക്കുടി വഴിയാണ് ഇത് ട്രിച്ചിക്ക് പോകുന്നത്. അത്ര വലിയ റൂട്ടൊന്നുമല്ല, അതവിടെ മധുരൈ ഡിണ്ടിക്കൽ ഭാഗത്ത് ട്രാക്ക് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ടാണ് അവർ വഴി തിരിച്ചു വിട്ടത്. അപ്പോൾ നമ്മളിപ്പം എത്തിയിരിക്കുന്നത് മാനാമധുരൈ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇവിടെ ഒരു വണ്ടി വരുന്നുണ്ട്. ഈ വണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്നു. ഇത് നമ്മുടെ ചെങ്കോട്ടൈ മയിലാടുതുറൈ എക്സ്പ്രസ് ആണ്. അപ്പോൾ ഈ വണ്ടിയും ഡൈവേർട്ടഡ് ഉണ്ട്, രണ്ട് വണ്ടി ഡൈവേർട്ടഡ് ആണ്. അപ്പോൾ അത് ഇവിടെ വന്നു, അത് മധുരയിൽ പോയിട്ട് അവിടെ നിന്ന് കറങ്ങിയാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആ വണ്ടിക്ക് ഇവിടെ ലോക്കോ റിവേഴ്സലുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ വിടും, നമ്മുടെ വണ്ടിയാണ് ആദ്യം പോകും. നമ്മുടെ വണ്ടിക്ക് അവിടെ ഗ്രീൻ സിഗ്നലായി കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയാണ് ആദ്യം വിടുന്നത്. അപ്പോൾ നമ്മുടെ ഡൈവേർട്ടഡ് വേളാങ്കണ്ണി എക്സ്പ്രസ് വണ്ടി ഇവിടെ മാനാമധുരയിൽ നിന്നും പുറപ്പെട്ട് ഇനി അടുത്ത സ്റ്റോപ്പ് ഇതിൻ്റെ ശിവഗംഗ എന്ന സ്ഥലത്താണ്. അവിടെ നിർത്തുന്നത്. ഇതിന് സ്റ്റോപ്പുണ്ട്. ഈ ഡൈവേർട്ടഡ് റൂട്ടിൽ ഇവർ സ്റ്റോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾ മീൻസ് ബുക്കിംഗ് ഒന്നുമില്ല, ജനറലിലുള്ള ആൾക്കാർ മാത്രമേ കയറത്തുള്ളൂ. നമ്മുടെ എറണാകുളത്തു നിന്നൊക്കെ പോകുന്നവർക്ക് തഞ്ചാവൂർ പോകാൻ വേണ്ടി ഒരു ബെസ്റ്റ് വണ്ടിയാണ്, വേഗം ടിക്കറ്റ് ഇടുന്നൊരു വണ്ടിയാണ്. സാധാരണ തഞ്ചാവൂർ പോകുന്ന വണ്ടി നമ്മുടെ ടീ ഗാർഡൻ എക്സ്പ്രസ്സേ ഉള്ളൂ. ഇത് ബുധനാഴ്ച മാത്രമുള്ളൊരു വണ്ടിയാണ്. ബുധനാഴ്ച ഈ രാത്രി 11:09 കയറിയാൽ നമ്മൾ തഞ്ചാവൂർ അടുത്ത ദിവസം ഉച്ചയായിട്ട് 2:30 എത്തും. അപ്പോൾ തഞ്ചാവൂർ പോകാൻ വേണ്ടി ഒരു ബെസ്റ്റ് വണ്ടി കൂടാണ് ഈ എറണാകുളം വേളാങ്കണ്ണി വീക്ക്ലി. നമ്മുടെ എറണാകുളം വേളാങ്കണ്ണി ബൈ വീക്ക്ലി എക്സ്പ്രസ് ഉണ്ടല്ലോ, സാറ്റർഡേ മൺഡേയും എറണാകുളത്ത് നിന്ന് വിടുന്ന വണ്ടി. ആ വണ്ടിയുടെ സെയിം റേക്ക് വെച്ചിട്ടാണ് ഈ വണ്ടി ഓടുന്നത്. ഇതിൻ്റെ നമ്പർ 16363 എന്നാണ്. അപ്പോൾ ഇത് വൈകിട്ട് 5:30 സമയത്താണ് ഇത് വേളാങ്കണ്ണിക്ക് എത്തുന്നത്. എന്നിട്ട് രാത്രി 7:45 തിരിച്ചിട്ട് അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12 റേഞ്ചിൽ ഇത് എറണാകുളത്തെത്തും. നമ്മൾ ഈ പോകുന്ന ലൈനെല്ലാം സിംഗിൾ ലൈനാണ്. അങ്ങ് ട്രിച്ചി വരെ സിംഗിൾ ലൈനാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഭാഗം തഞ്ചാവൂർ വരെ ഡബിൾ ലൈനും, പിന്നെ അവിടെ നിന്ന് വീണ്ടും സിംഗിൾ ലൈനും, അങ്ങനെയാണ് പോകുന്നത്. ഈ വഴി അങ്ങനെ ട്രാഫിക് ഒന്നും ഇല്ലാത്ത റൂട്ടാണ്. മീൻസ് ട്രെയിൻ വളരെ കുറവാണ്. നമ്മുടെ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ഉണ്ടല്ലോ, ബൈ വീക്ക്ലി വണ്ടി പോകുന്ന റൂട്ടാണ്. കാരൈക്കുടി വരെ നമ്മൾ ആ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. പിന്നെ അവിടെ തിരിഞ്ഞ് നമ്മൾ ട്രിച്ചിക്ക് പോകും. എറണാകുളത്ത് നിന്ന് ശിവകാശി വരെ ഞാനിതിൻ്റെ AC 2 ടയറിനാണ് വന്നത്. പിന്നെ അവിടെ നിന്ന് വേളാങ്കണ്ണി വരെ നമ്മൾ സ്ലീപ്പറിനാണ് പോകുന്നത്. വേളാങ്കണ്ണിയിൽ നിന്ന് എറണാകുളം വരെ വീണ്ടും 2 ടയറിൽ. നമ്മുടെ വേളാങ്കണ്ണി വീക്ക്ലി എക്സ്പ്രസിൻ്റെ ഡൈവേർട്ടഡ് റൂട്ടിലെ അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ ശിവഗംഗ. അപ്പോൾ ഇവിടെ ശിവഗംഗ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട് ഇതിന്. ആരാണ്ടൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട് കയറാൻ വേണ്ടി ജനറലിലൊക്കെ കേട്ടോ. അങ്ങനെ കാലിയൊന്നുമില്ല, ഞാൻ കരുതി കാലിയായിരിക്കുമെന്ന്, പക്ഷേ ആൾക്കാരുണ്ട്. അപ്പോൾ ഡൈവേർട്ടഡ് റൂട്ടിലെ നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കാരൈക്കുടി ജംഗ്ഷനിലാണ്. അപ്പോൾ കാരൈക്കുടി ജംഗ്ഷനിൽ ഇറങ്ങിയാൽ നമുക്ക് ചെട്ടിനാടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ചെട്ടിനാട് ഫുഡ് സംഭവങ്ങളൊക്കെ എല്ലാം ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ഈ ചെട്ടിനാട് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ കൂടെ ഉണ്ട്. അത് ഈ കാരൈക്കുടി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സ്റ്റേഷനാണ്. പക്ഷെ അവിടെ സ്റ്റോപ്പൊന്നുമില്ല. ആ സ്റ്റേഷനും കാണിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് കാരൈക്കുടിയിലാണ്. ഇതിനായിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സംഭവങ്ങളൊന്നും കിട്ടില്ല, ആകെ വടയും സമോസയും മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇതിൽ കയറുന്നവർ ബ്രേക്ക്ഫാസ്റ്റ് കൈ കരുതുന്നതായിരിക്കും ബെസ്റ്റ്, കാരണം ഒന്നും കിട്ടത്തില്ല. ഇത് മധുരൈ വഴി പോകുന്ന ദിവസമാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ റൂട്ടാണെങ്കിൽ ഇപ്പോൾ മധുരയിൽ നിന്ന് കിട്ടും, പക്ഷേ എന്നാലും ലേറ്റ് ആവും. അതിലും ഭേദം നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കരുതി എടുക്കുന്നതാണ് ബെസ്റ്റ്. നമ്മളങ്ങനെ തമിഴ്നാട്ടിലെ ചെട്ടിനാടിലെ കാരൈക്കുടി ജംഗ്ഷനിലേക്കാണ് കയറിക്കൊണ്ടിരിക്കട്ടെ. കാരൈക്കുടി ജംഗ്ഷൻ. അപ്പോൾ ഈ കാരൈക്കുടിയിൽ നിന്ന് 2 ലൈൻ തിരിയുന്നുണ്ട്. ഇത് ശരിക്കും മധുരൈ ഡിവിഷനാണേ. അപ്പോൾ കാരൈക്കുടിയിൽ നിന്ന് നമ്മൾ പോകുന്ന ട്രിച്ചി ലൈനിലേക്കും പിന്നെ മറ്റേ തിരുത്തുറൈപ്പൂണ്ടി വഴി മറ്റേ തിരുവാരൂർ പോകുന്ന റൂട്ട്. മറ്റേ എറണാകുളം വേളാങ്കണ്ണി ബൈ വീക്ക്ലി ഇല്ല, അത് പോകുന്നത് ഇവിടെ നിന്ന് നേരെ റൈറ്റ് എടുത്തിട്ടാണ് മറ്റേ തിരുത്തുറൈപ്പൂണ്ടി വഴി. ഇവിടെ മിക്കവാറും ഒരു ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് കാരൈക്കുടി വരുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് കയറിയിട്ട് നമ്മളെ വിടത്തുള്ളൂ. സിംഗിൾ ലൈൻ അല്ലേ.
അപ്പോൾ അതിപ്പോൾ വരും. ഈ കാരേക്കുടി ജംഗ്ഷനിൽ ചില വണ്ടികൾക്കൊക്കെ ലോക്കോ ചേഞ്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ 2 ഡീസൽ ലോക്കോ കിടക്കുന്നുണ്ടോ. ഇപ്പോൾ ഇവിടുന്ന് മറ്റേ തിരുത്തറയിപ്പൂണ്ടി വഴി പോകുന്ന വണ്ടികൾക്കൊക്കെ ഡീസൽ ലോക്കോ ആണ്. ആ ഒരു ഭാഗത്ത് മാത്രം ഇവർ ഇലക്ട്രിഫിക്കേഷൻ നടത്തുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡീസൽ ലോക്കോ വെച്ചുള്ള വണ്ടികളൊക്കെ കാണാൻ പറ്റും. അധികം വണ്ടികളൊന്നും പോകാത്തൊരു റൂട്ടാണ്. ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളാണ്. അങ്ങനെ വലിയ തിരക്കോ അങ്ങനെയൊന്നുമില്ല. ഈ കാരേക്കുടി സ്റ്റേഷൻ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ആരും ഇല്ല, ഒറ്റ മനുഷ്യന്മാരില്ല കണ്ടോ. പക്ഷെ നല്ല അടിപൊളി സ്റ്റേഷനാണ് കേട്ടോ. നല്ല മെയിൻറ്റൈൻഡ് നല്ല ക്ലീൻ സ്റ്റേഷനാണ്. ഇതാണ് നമുക്ക് ക്രോസിംഗ് തന്ന വണ്ടി, തിരുച്ചിറപ്പള്ളി കാരേക്കുടി പാസഞ്ചർ. ഇതിവിടം വരെ ഉള്ളൂ. ചെറിയ വണ്ടിയാണ് കേട്ടോ, അധികം കോച്ചുകളൊന്നുമില്ല, ആകെ 8-10 കോച്ചെങ്ങാണ്ടേ ഉള്ളൂ. ഈ കാരേക്കുടിയിൽ വിടുന്ന തമിഴ്നാട്ടുകാരുടെ ഒരു ഫേമസ് വണ്ടിയാണ് കാരേക്കുടി ചെന്നൈക്കുമോർ പല്ലവൻ സൂപ്പർ ഫാസ്റ്റ്. ഭയങ്കര ഫേമസ് വണ്ടിയാണ്. അപ്പോൾ അത് ഇവിടെ നിന്നാണ് വിടുന്നത്, കാരേക്കുടി നിന്നാണ് വിടുന്നത്. കാരേക്കുടി കഴിഞ്ഞിട്ട് ചെട്ടിനാട് എന്നൊരു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷൻ നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്യാൻ പോവാണ്, കാണിച്ചു തരാം കേട്ടോ. ഡൈവേർട്ടർ റൂട്ടിലെ നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ് നമ്മൾ എത്തിയിരിക്കുകയാണ്, പുതുക്കോട്ടை കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് ചവിട്ടും. ഇനിയിപ്പോൾ അടുത്തത് തിരുച്ചിറപ്പള്ളിയാണ്. 12:40 ആയപ്പോഴാണ് നമ്മളുടെ പുതുക്കോട്ടை എത്തുന്നത്. തിരുച്ചിറപ്പള്ളിയിലെ സമയം 1:35. അപ്പോൾ ഒരു 50 മിനിറ്റ് വേണ്ട. ഇനി ഇവിടുന്ന് ശകലം കൂടെ ഉള്ളൂ ട്രിച്ചി എത്താൻ വേണ്ടി. നമ്മളങ്ങനെ ഡൈവേർട്ടർ റൂട്ടിൽ കൂടെ വന്നിട്ട് നമ്മളങ്ങനെ ഇതിൻ്റെ ഒറിജിനൽ റൂട്ടിൽ കയറിയിരിക്കുകയാണ്. 1:35 സമയം. ഇപ്പോൾ സമയം 1:15 ആയതുള്ളൂ കേട്ടോ. നേരത്തെയാണ് നമ്മൾ ഡൈവേർട്ടർ റൂട്ടിൽ കൂടെ വന്നിട്ടും നേരത്തെയാണ്. കാരണം തിരക്കൊന്നുമില്ല, അതുമല്ല വലിയ ഡിസ്റ്റൻസ് വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് കയറുവാണ് കേട്ടോ, നമ്മുടെ എറണാകുളം വേളാങ്കണ്ണി വീക്ക്ലി എക്സ്പ്രസ്. ഉച്ചയ്ക്ക് ഭക്ഷണം പറഞ്ഞത് ഇവിടെ നിന്നാണ്. അത് കിട്ടുമായിരിക്കും സൊമാറ്റോ വഴി, വേറെ വഴിയൊന്നുമില്ല ഭക്ഷണം കിട്ടാൻ വേണ്ടി. നമ്മളിനി തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് നമ്മൾ തഞ്ചാവൂർ വഴിയാണ് പോകുന്നത്. തഞ്ചാവൂർ വഴി നമ്മളിവിടെ നേരത്തെ എത്തി. ഇനി ഇവിടെ നിന്നൊരു 1:45 ആകുമ്പോഴേ വണ്ടി എടുക്കത്തുള്ളൂ. വണ്ടിയിൽ കയറാൻ വേണ്ടി അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ, നല്ല ആളുണ്ട്. വേളാങ്കണ്ണിക്കൊക്കെ പോകുന്നവരായിരിക്കും. ഇത്രയും ദൂരം നമ്മൾ വന്നിട്ട് ഇവിടെയാണ് ഫുഡ് കണ്ടു തുടങ്ങിയത്. ബിരിയാണി ഐറ്റംസും ഷാപ്പാടും അത് ഇതൊക്കെ കിട്ടും ഇവിടെ തിരുച്ചിറപ്പള്ളിയിൽ. വണ്ടിക്കകത്ത് എല്ലാവരും ഇവിടെ നിന്ന് ഭക്ഷണം മേടിച്ചു, വെള്ളവും മേടിച്ചു. കാരണം വരുന്ന വഴിക്ക് ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ നിന്ന് എന്തിനും കിട്ടത്തുള്ളൂ. സൊമാറ്റോയും ഇപ്പോൾ വരും. 1:45 വണ്ടി വിടുന്നത്. അപ്പോൾ അതുവരെ സമയമുണ്ട്. നമ്മുടെ സാധനം കിട്ടി. നമ്മൾ കൊത്തു പൊറോട്ട പറഞ്ഞാട്ടെ, കൊത്തു പൊറോട്ട കിട്ടി. അങ്ങനെ ഫൈനലി കിട്ടി. അങ്ങനെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസ് അങ്ങനെ ട്രിച്ചി നിർത്തിയിരിക്കുകയാണ്. 1:45. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് തഞ്ചാവൂരാണ്. തഞ്ചാവൂർ നമ്മളൊരു 2:30 ആകുമ്പോൾ എത്തും. നമ്മുടെ വണ്ടിക്ക് ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ക്രൂ ചേഞ്ച് കഴിഞ്ഞിട്ട് പുതിയ ക്രൂ കയറി. അപ്പോൾ ഇവർ മിക്കവാറും വേളാങ്കണ്ണി വരെയായിരിക്കും ഓടിക്കുന്നത്.
നമ്മളിവിടെ തഞ്ചാവൂർ ഔട്ടറിൽ കൊണ്ട് പിടിച്ചിട്ടേക്കുവാണ്. ചെന്നൈക്കുമൂർ നിന്ന് ട്രിച്ചിക്ക് പോകുന്ന ചോളൻ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ലൈറ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പിടിച്ചിട്ട് വരുന്നുണ്ടേ. ഇത് ഇവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് വണ്ടിയാണ് ചോളൻ എക്സ്പ്രസ്. ഈ വണ്ടി ട്രിച്ചി ചെന്നിട്ട് ട്രിച്ചിയിൽ നിന്ന് രാത്രി ഇത് വീണ്ടും ചെന്നൈക്ക് പോകും. ആ വണ്ടിയുടെ പേരാണ് റോക്ക് ഫോർട്ട് എക്സ്പ്രസ് കേട്ടോ. അപ്പോൾ ഇത് ചോളനായിട്ട് ട്രിച്ചി ചെന്നിട്ട് തിരിച്ച് റോക്ക് ഫോർട്ടായിട്ട് ചെന്നൈക്ക് പോകും. ഓക്കെ, എന്തോ ആക്സിലറേഷൻ നോക്കിയേ പീസോൻ്റെ പൊളിയല്ലേ. തഞ്ചാവൂർ ഒരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് 2 ലൈൻ തിരിയുന്നുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന ലൈൻ കുംഭകോണം വഴി മയിലാടുതുറയിലേക്ക് പോകുന്ന ലൈനാണ്. നമ്മൾ നേരെയാണ് പോകുന്നത്. നേരെ പോകുന്ന ലൈൻ ഇവിടെ നിന്ന് നേരെ നിതമംഗലം ജംഗ്ഷൻ വഴി തിരുവാരൂർ. അങ്ങനെ 2 ലൈൻ തിരിയുന്നൊരു സ്ഥലമാണ് ഈ തഞ്ചാവൂർ. വണ്ടി ആകെ 5 മിനിറ്റ് ലേറ്റ് മാത്രമേ ഉള്ളൂ. നല്ല പോലെ ഓടുന്നുണ്ട്. അങ്ങനെ എങ്ങും ഡിലേ ഒന്നും ആകുന്നൊന്നുമില്ല. അത്യാവശ്യം ആൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ട്രിച്ചിയൊക്കെ ആയപ്പോഴേക്കും വേളാങ്കണിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. നമ്മളിവിടുന്ന് നേരെ പോവും. നമ്മുടെ ടീ ഗാർഡൻ എക്സ്പ്രസ് ഇതുപോലെ തന്നെ പോകുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് മയിലാടുതുറ ഭാഗത്തേക്ക് പോകുന്നത്, കുംഭകോണം വഴി. കണ്ടോ, അപ്പോൾ മറ്റേ ചോളൻ എക്സ്പ്രസ് ഒക്കെ ആ വഴിയാണ് വന്നത്. ചെറിയൊരു മഴയുടെ ലക്ഷണം കാണുന്നുണ്ട്. മിക്കവാറും മഴ പെയ്യും. നമ്മളിപ്പോൾ നിതമംഗലം ജംഗ്ഷൻ എന്നൊരു സ്റ്റേഷൻ സ്കിപ്പ് അടിക്കാൻ പോവാണ്. ഇവിടെ നിന്നാണ് ഈ മണ്ണാർഗുഡിക്കുള്ള ലൈൻ തിരിയുന്നത് കേട്ടോ, മണ്ണാർഗുഡി. അപ്പോൾ ആ സ്റ്റേഷനാണ് സ്കിപ്പ് അടിക്കുക കേട്ടോ. ഒക്കെ നല്ല പച്ചപ്പ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇത്രയും പച്ചപ്പൊക്കെ കാണുന്നത്. ഇരുണ്ട് മൂടി നല്ല ക്ലൈമറ്റ്. ട്രിച്ച് വരെ നല്ല ചൂടായിരുന്നു. പിന്നെ ഇപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. മഴക്കാറൊക്കെ ആയിട്ട് നൈസ് ക്ലൈമറ്റ് കേട്ടോ, കൊള്ളാം. നിങ്ങളിപ്പോൾ കണ്ടത് ഇന്ത്യൻ പതാകയുടെ ലിവറിയിലുള്ളൊരു WDP-4D ആണ്. അതൊക്കെ ആ പാമ്പമ്പാലം തുറന്നപ്പോൾ അടിച്ച ലിവറിയാണ് ഇവിടുത്തെ ലോക്കോകൾക്കൊക്കെ അതിൽ ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പം കയറിയിരിക്കുന്നത് തിരുവാരൂർ ജംഗ്ഷനിലാണ്. തിരുവാരൂർ ജംഗ്ഷൻ ഇവിടെ നിന്ന് ശരിക്കും 4 ലൈനാണ് തിരിയുന്നത്. ഒന്ന് തഞ്ചാവൂർക്ക് നമ്മൾ വന്ന വഴി, പിന്നെ ഒന്ന് ഈ കാണുന്ന ലൈൻ. ഇത് തിരുത്തുറൈപ്പൂണ്ടിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ എറണാകുളം വേളാങ്കണ്ണി ബൈ വീക്ക്ലി എക്സ്പ്രസ് ആ വഴിയാണ് വരുന്നത്. പിന്നെ നമ്മൾ പോകുന്ന ലൈൻ നാഗപട്ടണം പോകുന്ന ലൈൻ. പിന്നെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു ലൈനുണ്ട്,
ആ ലൈൻ മയിലാടുതുറയിലേക്ക് പോകും. അങ്ങനെ 4 ലൈൻ തിരിയുന്നൊരു മെയിൻ സ്റ്റേഷനാണ് ഈ തിരുവാരൂർ ജംഗ്ഷനെ. നമ്മളിവിടെ എത്തുന്ന ഓൺ ടൈമാണ്, പക്ക ഓൺ ടൈമാണ്. 3:20 നമ്മളിവിടെ എത്തണേ. गाड़ी संख्या 1633 एर्नाकुलम वेलांकണ്ണി एर्नाकुलम से नागपट्टिनम मार्ग से. നല്ല ക്ലൈമറ്റ് കേട്ടോ, വലിയ വെയിലൊന്നുമില്ല. എന്തോ ഭാഗ്യത്തിൽ നമ്മളങ്ങനെ തിരുവാരൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് നാഗപട്ടണമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ വേളാങ്കണ്ണി. ഏതൊരു ഗുഡ്സ് വരാൻ വേണ്ടി നമ്മളിവിടെ പിടിച്ചേക്കുമായിരുന്നു 5 മിനിറ്റ്. ഇപ്പം അത് കയറി ഇപ്പം നമ്മൾ എടുത്തോണ്ട് പോകും കേട്ടോ. ഈ ലെഫ്റ്റിൽ കാണുന്ന ലൈനാണ് മയിലാടുതുറയ്ക്ക് പോകുന്ന ലൈന്. അപ്പോൾ ഇതിങ്ങനെ ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ആ ലൈൻ, നമ്മൾ നേരെ പോകും. നമ്മളങ്ങനെ നാഗപട്ടണം ജംഗ്ഷനിലേക്ക് കയറാൻ പോവാണ്. ഈ കാണുന്ന ലൈനാണ് വേളാങ്കണ്ണിക്ക് പോകുന്ന ലൈൻ. അപ്പോൾ നമ്മൾ നാഗപട്ടണത്ത് എത്തിയിട്ട് നമ്മുടെ ലോക്കോ റിവേഴ്സ് ചെയ്യും. ലോക്കോ റിവേഴ്സിന് നടന്നിട്ട് ലോക്കോ നമ്മുടെ ട്രെയിനിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൊണ്ട് പിടിപ്പിച്ചിട്ട് ഈ ലൈനിൽ കൂടെ കയറി നമ്മൾ വേളാങ്കണ്ണിക്ക് പോകും. തിരുവാരൂർ വഴി വരുന്ന എല്ലാ വേളാങ്കണ്ണി വണ്ടികളും ഇതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. നാഗപട്ടണം വന്നിട്ട് ഇവിടെ നിന്ന് ലോക്കോ റിവേഴ്സിലടിക്കും, എന്നിട്ടാണ് വേളാങ്കണ്ണിക്ക് പോണേ. 4:15 നമ്മുടെ വണ്ടി ഇവിടെ എത്തേണ്ടത്. നമ്മളിപ്പം 4 മണി 3:58 ആയപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് 4:25 നമ്മുടെ വണ്ടി വിടത്തുള്ളൂ. ലോക്കോ ഒക്കെ ഊരി തിരിച്ച് ഇങ്ങേ സൈഡിൽ കൊണ്ട് പിടിപ്പിക്കണം, എന്നിട്ടേ വണ്ടി വിടത്തുള്ളൂ. ഇവിടെ പ്ലാറ്റ്ഫോമിൽ നിറച്ച ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ടീ ഗാർഡൻ എക്സ്പ്രസ്സിൽ കയറാനുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ വരും, ഒരു 5 മണി റേഞ്ചിൽ വരും അത്. അപ്പോൾ അതിൽ കയറാനുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു ഈ ഇരിക്കുന്നതല്ല. നോക്ക് കുറേ ആൾക്കാരുണ്ട്, മലയാളികളൊന്നുമല്ല, വേറെ ഏതോ ആൾക്കാരൊക്കെയാണ്. ഇവിടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു ചായക്കടയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചായ കിട്ടും, ചായയും വടയും സംഭവങ്ങളൊക്കെ കിട്ടും. വണ്ടിക്കകത്ത് എല്ലാവരും വന്ന് ഇവിടെ ചായ വാങ്ങിക്കുകയാണ്, കാരണം ഒന്നും കിട്ടത്തില്ലല്ലോ വണ്ടിയിൽ. നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസിൻ്റെ ലോക്കോ കൊണ്ട് റിവേഴ്സൊക്കെ അടിച്ചുകൊണ്ട് വരുന്നുണ്ട്, WP4. നമ്മളിനി വേളാങ്കണ്ണി ചെന്നിട്ടേ തിരിച്ച് വരുമ്പോഴും ഇതുപോലെയാണ്. ഇവിടെ വന്നിട്ട് വീണ്ടും ലോക്കോ തിരിക്കും. എന്നാൽ പിന്നെ ഇവർക്കൊരു ബൈപ്പാസ് വണ്ടിയില്ല, പക്ഷേ ബൈപ്പാസ് വണ്ടി അത്രയും മാത്രം വണ്ടി ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ലോക്കോ തിരിച്ചിട്ട് വീണ്ടും പോവും അങ്ങോട്ടേക്ക്. ചിന്തമൊക്കെ പരിപാടിയല്ലേ. ലോക്കോ റിവേഴ്സിലൊക്കെ ഷടപടയെ നട്ട വേഗം കഴിയും. മിക്കവാറും ഓൺ ടൈം വിടും. 5:35 വേളാങ്കണ്ണി സമയം, പക്ഷേ നമ്മളൊരു 5 മണി റേഞ്ചിൽ എത്തുമായിരിക്കും. നമ്മുടെ വണ്ടി ഇവിടെ എടുക്കുന്നത് 4:25. അപ്പോൾ 4:40 വേളാങ്കണ്ണി എടുക്കുന്ന ഒരു കാരക്കൽ പോകുന്ന ഡെമോ ട്രെയിൻ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ എത്തുന്നത് 4:55. അപ്പോൾ ഇതിന് ഈ വേളാങ്കണ്ണിക്കും പിന്നെ നാഗപട്ടണത്തിനും ഇടയ്ക്കായിട്ട് വേറെ ക്രോസിംഗ് സ്റ്റേഷനൊന്നുമില്ല. അപ്പോൾ മിക്കവാറും അത് വന്നിട്ടേ വിടത്തുള്ളൂ, കാരണം ഇതിൻ്റെ ടൈം 5:35 നമ്മുടെ വണ്ടിയുടെ ടൈം വേളാങ്കണ്ണിക്ക്. അപ്പോൾ അത്രയും നേരത്തെ കൊണ്ട് വേളാങ്കണ്ണി കയറ്റും തോന്നുന്നില്ല. അപ്പം മിക്കവാറും അതവിടെ നിന്ന് 4:40 വിട്ട് ഇവിടെ 4:55 എത്തിയിട്ട് നമ്മളൊരു 5 മണി അടുപ്പിച്ചാകുമ്പോഴേ ഇവിടെ നിന്ന് എടുക്കത്തുള്ളൂ. ഞാനെന്നാണ് തോന്നുന്നത്, കാരണം കഴിഞ്ഞ ആഴ്ചയിൽ അതിന് മുമ്പത്തെ ആഴ്ചയൊക്കെ ഇത് വേളാങ്കണ്ണി എത്തിയത് 5:20 റേഞ്ചിലൊക്കെയാണ്. ആ ഡെമോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ നമ്മുടെ വണ്ടി എടുത്ത് 4:40 ആയപ്പോഴത്തല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടിക്കാണ് പ്രയോറിറ്റി. അപ്പോൾ നമ്മളൊരു 5 മണി റേഞ്ചിൽ 5 മണിക്കുള്ളിൽ നമ്മൾ എന്തായാലും എത്തും കേട്ടോ വേളാങ്കണ്ണിയിൽ.
അങ്ങനെ നമ്മുടെ എറണാകുളം വേളാങ്കണ്ണി വീക്കിലി എക്സ്പ്രസ് ഉണ്ട്. വേളാങ്കണ്ണിയിലേക്ക് കയറുകയാണ്. ഇപ്പോൾ സമയം 4:48. വണ്ടി ഒരുപാട് നേരത്തെയാണ്. 5:35 സമയം. നമ്മൾ അതിന് മുന്നേ എത്തി. നമ്മൾ കണ്ട് വേളാങ്കണ്ണി സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം 2ലേക്ക് കയറണം കേട്ടോ. പ്ലാറ്റ്ഫോം 2 കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ വണ്ടി ഇതേപോലെ പ്ലാറ്റ്ഫോം 2ലാണ് കയറിയത്. ഇത് മിക്കവാറും പ്ലാറ്റ്ഫോം 2 ആണെന്ന് തോന്നുന്നു. പക്ഷേ ആദ്യം ഞാൻ വന്നപ്പോൾ ഈ വണ്ടി പ്ലാറ്റ്ഫോം 1 കയറിയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെയും ഇന്നും നാളെയും ഈ 3 ദിവസങ്ങളുടെ ഫുള്ള് ട്രെയിനിലാണ്. ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയ ട്രെയിനിൽ, ഇന്നും കിടന്നുറങ്ങാൻ പോകുന്ന ഈ ട്രെയിനിൽ, നാളെ നമ്മൾ ഉച്ചയാകുമ്പോൾ എത്തുന്നത്. എന്ത് വട്ടാലേ. അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ചു പോകുന്നത് രാത്രി 7:45 അപ്പോൾ ഒരു 2-2.25 മണിക്കൂറുള്ള ഇവിടെ ലേവർ ഉണ്ട് ഈ വണ്ടിക്ക്. അതുപോലെ അത്യാവശ്യം സ്ലാക്ക് ടൈമും ഉണ്ട്. അപ്പോൾ ലേറ്റ് ആയാലും ഇവിടെ ഏകദേശം ഓൺ ടൈം എത്തിക്കോളും. നിറച്ച് ആൾക്കാരുണ്ട്. മലയാളികളെക്കാട്ടും കൂടുതൽ തമിഴരായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. മലയാളികൾ ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു. വേളാങ്കണ്ണി എറണാകുളം ബൈ വീക്കിലി ട്രെയിനില്ലേ, ആദ്യം ഇവിടെ നിന്ന് വേളാങ്കണ്ണി എടുക്കുന്നത് 6:40 ഇത് എടുക്കുന്നത് 7:45 കേട്ടോ രാത്രി. അപ്പോൾ ഇത് എറണാകുളത്ത് എത്തുന്ന ഏകദേശം സെയിം ടൈമാണ്. ആകെ 10 മിനിറ്റ് വ്യത്യാസം കണ്ടേ ഉള്ളൂ പോരെ. അപ്പോൾ നമ്മുടെ ഈറോഡ് P4 ലോക്കോ കൂരി, ഇനിയിപ്പോൾ ലോക്കോ അപ്പുറത്ത് കൊണ്ട് പിടിപ്പിക്കും. രാത്രി 7:45 തിരിച്ചു പോകും. നമ്മൾ വേളാങ്കണ്ണിക്ക് കുറേ തവണ വന്നിട്ടുണ്ട്. ഈ വേളാങ്കണ്ണി എക്സ്പ്രസ് തുടങ്ങിയ സമയത്ത് വന്നിട്ടുണ്ട്, ഡീസൽ ലോക്കോ വെച്ച് ഓടിക്കൊണ്ടിരുന്നപ്പോൾ. പിന്നെ മറ്റേ വാസ്കോഡഗാമ വേളാങ്കണ്ണിക്ക് വന്നിട്ടുണ്ട്. മറ്റേ കേരളത്തിൽ കൂടെ ആ വണ്ടി ഡൈവേർട്ടായി വന്നുകൊണ്ടിരുന്ന സമയത്ത്. ഇപ്പോഴും ഡൈവേർട്ടഡാണ്. അവിടെ ഗാച്ചിൽ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോഴും ആ വണ്ടി കേരളത്തിൽ കൂടെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ആ വണ്ടിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ വരണ ഈ വണ്ടിക്ക് തന്നെ വന്നിട്ടുണ്ട്. അതെപ്പോഴൊന്നും ഓർമ്മയില്ല. വന്നിട്ടുണ്ട് എപ്പോഴും. അങ്ങനെ 3-4 തവണ വന്നിട്ടുണ്ട്. കൊള്ളാം. ഭയങ്കര ചൂടാണ് ഇവിടെ. ഇപ്പോഴും വൈകിട്ട് 5 മണി കഴിഞ്ഞു. ഇപ്പോഴും നല്ല ചൂടാണ്. വെന്തുരുകുക. പക്ഷേ വലിയ വെയിലൊന്നുമില്ല. പക്ഷേ ഹ്യൂമിഡിറ്റിയാണ്. ഇവിടെ ഇത്രയും ആൾക്കാർ വരുന്നതാണെങ്കിൽ ഇവിടെ പുറത്തൊന്നും ഒരു സൗകര്യമില്ല. ഒരു ബാത്റൂം ആണെങ്കിലും വൃത്തിയൊന്നുമില്ല. ഫ്രഷപ്പ് ആകാൻ ഒരു സൗകര്യമില്ല. ഞാൻ ലാസ്റ്റ് അവിടെ ഒരു ലോഡ്ജ് ഉണ്ട്, അവിടെ കയറിയാണ് ഫ്രഷ് ആയത്. അവിടെ കയറി ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇവിടുന്ന് നാഗോർ ദർഗ ഉണ്ടല്ലോ, നാഗോർ ദർഗയിലേക്ക് ഇവിടുന്ന് വെറും 14 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ, നാഗോർ ദർഗയിലേക്ക്. പിന്നെ കാരയ്ക്കൽ തഞ്ചാവൂരിലേക്ക് ഇവിടുന്ന് 94 കിലോമീറ്റർ. ഈ വേളാങ്കണ്ണി സ്റ്റേഷൻ ബിൽഡിംഗ് കാണാൻ വേണ്ടി നല്ല രസമാണ്. ആ വേളാങ്കണ്ണി ചർച്ചിന് അതേ ആർക്കിടെക്ചറിലുള്ളൊരു സ്റ്റേഷൻ ബിൽഡിംഗ് ആണ്. നമുക്ക് സൂപ്പറല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ്. നമ്മുടെ വണ്ടി തിരിച്ചുള്ള വണ്ടി 7:45 ഉണ്ടല്ലോ രാത്രി. അപ്പോൾ വണ്ടിയും ഓൾമോസ്റ്റ് ഫുള്ളാണ്. മീൻസ് അത്ര ഫുള്ളല്ല. ചാർട്ട് വന്നപ്പോഴേക്കും ഒരു 50-60 സീറ്റൊക്കെ വേക്കൻ്റ് ഉണ്ടായിരുന്നു. ഫുൾ ഓൾമോസ്റ്റ് എല്ലാം കൂടി. സെക്കൻഡ് AC 5 സീറ്റ് ഉണ്ടായിരുന്നു. ഞാൻ സെക്കൻഡ് AC പോകുന്നത്. സെക്കൻഡ് AC പോകുന്ന ചിലർക്കൊക്കെ ഭയങ്കര ക്രിമേഡിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ഒരു പുള്ളി വന്ന് കമൻറ്റ് ഇട്ടായിരുന്നു, എനിക്ക് സെക്കൻഡ് AC പോയാലും ഉറക്കം വരത്തുള്ളൂ. ശരിയാണ്, എനിക്ക് സെക്കൻഡ് AC പോയാലും ഉറക്കം വരത്തുള്ളൂ. ചേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലല്ലോ. വെറുതെ മിണ്ടായിരുന്നു ഇവിടെ. എന്തിനാ വെറുതെ? ഞാൻ സ്ലീപ്പർ എടുത്ത പ്രശ്നം, ഈ സെക്കൻഡ് AC എടുത്ത പ്രശ്നം, തേർഡ് AC എടുത്ത പ്രശ്നം, എന്തൊക്കെ പ്രശ്നങ്ങളായല്ലോ ഓരോരുത്തർക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കോച്ച് കാണിച്ചായിരുന്നു. അപ്പോൾ ഈ സെയിം കോച്ചാണ് നമുക്ക് തിരിച്ചു പോകുമ്പോഴും സെയിം ആണ്. AC 2 ടയർ. കുറച്ച് പഴയ കോച്ചാണ് കേട്ടോ. 2015 ഉണ്ടാക്കിയ കോച്ചാണ്. ഇതിലാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ എറണാകുളം വരെ പോകുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്ന നമ്മുടെ വണ്ടിയുടെ നമ്പർ 16364 എന്നാണ്. വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസ് സെയിം ലോക്കോ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട സെയിം ലോക്കോ തന്നെയാണ്. ഈറോഡിൻ്റെ WP4. അപ്പോൾ ഈ ലോക്കോ ആണ് കൊല്ലം വരെ എത്തിക്കുന്നത്. കൊല്ലത്ത് നിന്ന് മിക്കവാറും വേറെ ഏലും WP4 ആയിരിക്കും കൊടുക്കുന്നത്. സാധാരണ അങ്ങനെയാണ്. അപ്പോൾ EDDX എന്ന് പറയുന്ന ഈറോഡ് ഡീസൽ ലോക്കോ ഷെഡിൻ്റെ കോഡാണ് EDDXൻ്റെ WP4 22572. നമ്മുടെ ബൈ വീക്ക്ലി വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസിൻ്റെ ടൈമിംഗ് ആയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഏകദേശം സെയിം ടൈമിംഗ് ആണ്. കൊല്ലത്തെത്തുന്നതൊക്കെ ഏകദേശം സെയിം ടൈമിംഗ് ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടുന്ന് മാത്രമേ ഉള്ളൂ ഒരു മണിക്കൂർ വ്യത്യാസമുള്ളത്. തിരിച്ചു പോകുന്ന വണ്ടിക്ക് ഡൈവേർഷൻ ഒന്നുമില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഡൈവേർഷൻ ഉണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന ഒറിജിനൽ റൂട്ടാണ്. പക്ഷേ നമ്മൾ രാത്രിയാവും അതിലൊക്കെ കവർ ചെയ്യുമ്പോൾ. നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇതാണ് നമ്മുടെ കോച്ച് കേട്ടോ. കോച്ചിനകത്ത് കയറി നമ്മുടെ സെയിം ബർത്തിനാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കിട്ടിയത് സൈഡ് ഡോർ തന്നെയാണ് 23. ഇതാണ് നമ്മുടെ ബർത്ത് കണ്ട സെയിം അതേ നമ്പർ. നമ്മൾ ഈ കോച്ച് ഞാൻ പറഞ്ഞില്ല, ഇത് അത്ര മെയിൻറ്റെയിൻ ഒന്നുമല്ല. ഇത് SCR സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ കോച്ചായിരുന്നു. അതാണ് SCR എന്ന് എഴുതിയിരിക്കണത്. അത് പിന്നെ സദൺ റെയിൽവേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ്. ഏതോ ആന്ധ്ര വണ്ടിക്ക് ഓടിത്തന്നെ കോച്ചാണ്, കണ്ടാ അറിയാം. അങ്ങനെ നമ്മുടെ വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസ് വീക്ക്ലി എക്സ്പ്രസ് അതുകൊണ്ട് വേളാങ്കണ്ണിയിൽ നിന്ന് പുറപ്പെടാൻ പോവാണ്. പച്ച സിഗ്നലൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. വണ്ടി ഇപ്പോൾ എടുക്കും. ഇന്നത്തെ സെക്കൻഡ് ലാസ്റ്റ് വണ്ടിയാണിത്. ലാസ്റ്റ് വണ്ടി രാത്രിയിലൊരു നാഗപട്ടണം ഡെമോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസമേ ഉള്ളൂ വണ്ടി. നമ്മുടെ വണ്ടിയിൽ കൂടുതലും മലയാളികളല്ല, വേറെ കന്നഡക്കാരൊക്കെ ഉണ്ട്. കന്നഡക്കാർ, തമിഴരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. മലയാളികൾ ഭയങ്കര കുറവാണ്. ചിലപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കും. നാഗപട്ടണത്തിൽ നിന്ന് കുറേ പേര് കയറും. പിന്നെ ട്രിച്ചി ആകുമ്പോഴൊക്കെയാണ് കുറേ കൂടുതൽ ആൾക്കാർ കയറുന്നത് കേട്ടോ.
നമ്മുടെ വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസ് അങ്ങനെ നാഗപട്ടണം ജംഗ്ഷനിലേക്ക് കണ്ട് കയറുകയാണ്. ഇവിടെയും ലോക്കോ റിവേഴ്സിലുണ്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. അപ്പോൾ ഭക്ഷണം കിട്ടുന്നത് ഇവിടെ നിന്നായിരിക്കും. എന്തെങ്കിലും ബിരിയാണി ഐറ്റംസ്, ചപ്പാത്തി ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് കിട്ടും. പിന്നെ സൊമാറ്റോ ഡെലിവറി ഉണ്ട്, അത് തഞ്ചാവൂരാണ് കാണിക്കുന്നത്. അത് രാത്രി 10 മണിയാണ് സമയം. അപ്പോൾ അതിന് മുന്നേ ഫുഡ് വേണ്ടവർക്ക് ഇവിടെ നിന്ന് ഫുഡ് കിട്ടും. പക്ഷേ ഇവിടെ ഓൺലൈൻ ഡെലിവറി അങ്ങനെയൊന്നുമില്ല. സ്റ്റേഷനിൽ എന്തെങ്കിലും കിട്ടിയാലേ ഉള്ളൂ. സാധാരണ കിട്ടാറുണ്ട്, കിട്ടുമെന്ന് നോക്കാം. ഇവിടെ തന്നെ ഒരു ചേട്ടൻ ഇപ്പോൾ ഉണ്ടായിരുന്നു. പുള്ളിയുടെ നിന്ന് ഞാൻ ചപ്പാത്തി മേടിച്ചു. 60 രൂപയാണ് ചപ്പാത്തി കേട്ടോ. 60 രൂപയ്ക്ക് 5 ചപ്പാത്തി, എന്തെങ്കിലും കറിയും കാണും ഇതിനകത്ത്. 3 ചപ്പാത്തിയും പിന്നെ ഒരു വെജിറ്റബിൾ കറി ഉണ്ട് കേട്ടോ. കൊള്ളാം, നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. നിങ്ങൾക്ക് തഞ്ചാവൂർ മറ്റേ പ്രഗതീശ്വര ക്ഷേത്രമൊക്കെ പെട്ടെന്ന് പോയി കണ്ടു വരണമെങ്കിൽ ഈ വണ്ടി നല്ല ഓപ്ഷനാണ്. പക്ഷേ ഇത് ബുധനാഴ്ചയാണ് വിടുന്നത്. ബുധനാഴ്ച രാത്രി എറണാകുളത്ത് 11 വിട്ടിട്ട് തഞ്ചാവൂർ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 2:30 എത്തും. എന്നിട്ട് അവിടെ പോയി കറങ്ങി അടിച്ച് വന്നിട്ട് രാത്രി 10:10 ഈ വണ്ടി തഞ്ചാവൂരിന് തിരിച്ചെറണാകുളത്തേക്ക് കയറിയാൽ അടുത്ത ദിവസം ഉച്ചയാവാറുമ്പോഴും ഒരു 11:45 12 ആകുമ്പോഴേക്ക് നമ്മൾ എറണാകുളം എത്തും. നമ്മുടെ ലോക്കോ തൊട്ട് റിവേഴ്സ് അടിക്കുകയാണ്. റിവേഴ്സ് അടിച്ച് ഇനി അവിടെ പുറകെ കൊണ്ട് പിടിപ്പിക്കും. അത് നമ്മുടെ ലോക്കോ തേണ്ട തിരിച്ചുകൊണ്ട് വന്ന് ഇവിടെ പിടിപ്പിക്കാൻ പോവാണ്. ഇപ്പം ലേറ്റായി വണ്ടി, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ ട്രിച്ചിയൊക്കെ ആകുമ്പോൾ ഓൺ ടൈം എത്തും. ട്രിച്ചി എത്തുന്ന രാത്രി 11:30. ലോക്കോ റിവേഴ്സൽ കഴിഞ്ഞു, ലോക്കോ ഓടിപ്പിച്ചു. ഇനി ഈ ലോക്കോ കൊല്ലം വരെ കാണും. കൊല്ലത്തുനിന്ന് ഇനി ഏതാ കൊടുക്കുന്നതെന്ന് അടുത്ത ദിവസം കാണാം. ഇനി ശരിക്കും ഇതെന്ത് ചടങ്ങുള്ള പരിപാടിയല്ലേ. എത്ര സമയം, 1/2 മണിക്കൂർ മിനിമം പോക്കാണ്. പക്ഷേ അധികം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്കൊരു ബൈപ്പാസ് പണിയായിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അധികം വണ്ടികളില്ല. ആകെ വേളാങ്കണ്ണിയിൽ നിന്നുള്ള ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾ, വാസ്കോയ്ക്ക് പോകുന്ന ആ ഒരു എക്സ്പ്രസ്സും പിന്നെ നമ്മുടെ എറണാകുളം വണ്ടിയും മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം ട്രിച്ചി അങ്ങോട്ടൊക്കെ പോകുന്ന ഡെമു അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളൂ. അതുകൊണ്ടൊക്കെ ആയിരിക്കും. സമയം ഇപ്പോൾ രാത്രി 10:15. നമ്മൾ തഞ്ചാവൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തഞ്ചാവൂർ ഇവിടെ തന്നെ വിട്ട് 11:30 രാത്രി ട്രിച്ചി എത്തണേ. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് ലാസ്റ്റ് ഓപ്ഷൻ തഞ്ചാവൂരാണ്, പിന്നെ ഫുഡ് ഓപ്ഷൻ ഒന്നുമില്ല. നമ്മളങ്ങനെ തഞ്ചാവൂർ ജംഗ്ഷനിലേക്ക് അതുകൊണ്ട് കയറുകയാണ്. വണ്ടി ഒരു 10 മിനിറ്റ് ലേറ്റാണ്, അതൊന്നും സീനില്ല. പ്ലാറ്റ്ഫോം 2 എന്തോ ഗുഡ്സോ ഏതാണ്ട് സാധനം കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്ലാറ്റ്ഫോം 3 കയറുന്നത്. സമയം ഇപ്പോൾ 10:30 കഴിഞ്ഞ് നമ്മൾ ട്രിച്ചി കുറച്ച് കഴിയുമ്പോൾ എത്തും. ഞാൻ കിടക്കുവാണ്. രാവിലെ നമ്മൾ പുനലൂർ ഭാഗമൊക്കെ ആകുമ്പോൾ എണീക്കുമായിരിക്കും. അപ്പോൾ രാവിലെ കാണാം. അടുത്ത ദിവസം രാവിലെ നമ്മളങ്ങനെ ഇടമൺ കഴിഞ്ഞ് പുനലൂർ എത്താറായിട്ടുണ്ട്. നല്ല അടിപൊളി കാഴ്ചകളാണ്. മഴയൊക്കെ പെയ്ത് സൂപ്പറായിട്ട് നല്ല ഫുള്ള് പച്ചപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടോ.
നമ്മളങ്ങനെ 4 മിനിറ്റ് ബിഫോർ ടൈം അടിച്ച് പുനലൂർ വന്നിരിക്കുകയാണ്. അടിപൊളി, നല്ല രസമുണ്ട്. കാരണം അവിടെ ഫുള്ള് മഴയൊക്കെ പെയ്ത് കിടിലൻ ക്ലൈമറ്റ് കേട്ടോ. ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ക മൺസൂണിൻ്റെ ആരംഭം എന്നൊക്കെ പറയത്തില്ലേ. പക്ഷേ ഇത്തവണ മൺസൂൺ കുറവാന്ന് പറയുന്നത് എന്നാൽ മൺസൂൺ കുറവാന്ന് പറഞ്ഞാൽ ആ സമയത്ത് മൺസൂൺ കൂടുതലായിരിക്കും. അത് വേറെ കാര്യം. ചെറിയ ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ ഡ്രിസ്ലിങ് ആയി ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കത്തില്ലേ, അതേപോലെ നല്ല രസമുണ്ട്. സൂപ്പർ ക്ലൈമറ്റ് കേട്ടോ. നല്ല കിടിലൻ ചാറ്റൽ മഴ കൊണ്ടപ്പോൾ നല്ലൊരു ആശ്വാസം. ഇത്രയും നാളെ ചൂടല്ലായിരുന്നു, ഇപ്പോൾ മഴയും തുടങ്ങി. കിടിലൻ ക്ലൈമറ്റ്. നമുക്ക് നല്ല ചാറി ചാറി പെയ്യുന്ന മഴ. വലിയ മഴയൊന്നുമില്ല കേട്ടോ, ചാറി ചാറി ചെറുതായിട്ടാണ് പെയ്യുന്നത്. അടിപൊളി. ഈ വണ്ടി പോകുന്നത് നമ്മുടെ പുനലൂർ കന്യാകുമാരി പാസഞ്ചർ ഇല്ലേ, അതിൻ്റെ തൊട്ട് പുറയിലാണ് പോകുന്നത് കൊല്ലം വരെ. എന്നിട്ട് കൊല്ലത്തെത്തി, പിന്നെ കൊല്ലത്ത് റിവേഴ്സിലൊക്കെ കഴിഞ്ഞ് പിന്നെ വിടുന്ന പോലൊക്കെ ഇരിക്കും കേട്ടോ. എന്തായാലും ക്ലൈമറ്റ് മാറി. ഇപ്പം ജൂണിന് മുന്നേ മഴ തുടങ്ങി. എന്തായാലും സെറ്റായി. അടിപൊളി യാത്രയായാലും ഒരു വല്ലാത്ത സുഖം. നമ്മുടെ വേളാങ്കണ്ണി വീക്കിലി ഇതായിട്ട് ആവണീശ്വരത്ത് വന്ന് കയറുകയാണ്. ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ടാവും, മറ്റേ കൊല്ലം പുനലൂർ ഒരു മെമു ഉണ്ട് രാവിലെ ഇടുന്നത്. അപ്പോൾ അത് ഇവിടെ ക്രോസിംഗ് ആണ്. അപ്പോൾ അത് വന്നിട്ട് മിക്കവാറും നമ്മൾ പോകത്തുള്ളൂ. പുനലൂർ വരെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. പുനലൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ചെറിയൊരു ചൂട് തുടങ്ങി കേട്ടോ. പെട്ടെന്ന് ക്ലൈമറ്റ് കാരണം. അല്ലെങ്കിൽ ഈ റൂട്ടിൽ നമ്മൾ പണ്ട് പോകുമ്പോഴെല്ലാം ഇതുപോലെ ആയിരുന്നു. ഞാൻ ട്രെയിൻ സ്പോട്ടിങ്ങിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ ആയിരുന്നു. പെട്ടെന്ന് നിന്ന നിപ്പിൽ ക്ലൈമറ്റ് മാറും, നിന്ന നിപ്പിൽ മഴ പെയ്യും, നിന്ന നിപ്പിൽ വെയിൽ വരും. ഇതേ അവസ്ഥയായിരുന്നു. ഇത് ചെറിയൊരു മെമോ ആട്ടോ, വലിയ വലിപ്പമൊന്നുമില്ല. 8 കോച്ചൊക്കെ ഉണ്ടല്ലൊരു മെമോ. അത് വന്ന് കയറി ഇനിയിപ്പോൾ നമ്മൾ വിടും. നമ്മളെനിക്കൊന്ന് പ്ലാറ്റ്ഫോം 4 നിന്ന് കയറാൻ പോകുന്നത്. അവിടെ നിന്ന് ഒരു വണ്ടി കൊല്ലത്തുനിന്ന് കായംകുളം ഭാഗത്തേക്ക് ഒരു വണ്ടി വരുന്നുണ്ട്. അവിടെ പച്ച കിടപ്പുണ്ട്. പിന്നെ ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി ഇതുണ്ട്, നമ്മുടെ പുറകെ നിന്ന് ഇപ്പോൾ വരും. അതിപ്പോൾ പെരുന്നാടൊക്കെ ആയി. അപ്പോൾ അതൊക്കെ പോയിട്ടായിരിക്കും മിക്കവാറും നമ്മളെ കയറ്റുന്നത്. പറഞ്ഞില്ലേ ഈ 2 വണ്ടി പോയിട്ട് നമ്മളെ കയറ്റത്തുള്ളതാണ്. ശബരി പോകുന്നു, നേരത്തെ പോയ നമ്മുടെ ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻ്റർസിറ്റിയാണ്. ഈ കാണുന്ന ലോക്കോ ആണ് നമുക്ക് കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്.
2276 നമ്മൾ പ്ലാറ്റ്ഫോം 4 വന്ന് കയറുന്നത് കേട്ടോ. പ്ലാറ്റ്ഫോം 4 ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനി ആ നേരത്തെ കണ്ട ആ ലോക്കോ കൊണ്ട് പിടിപ്പിക്കും പുറകിൽ അങ്ങേയറ്റത്ത്. ഞാൻ പുറകിൽ നിന്ന് മുന്നിലേക്ക് വന്നപ്പോഴേക്കും ലോക്കോ പിടിപ്പിച്ച് സ്റ്റാഫും പോയി, ക്രൂവും കയറി റെഡിയായി. എന്ത് ഫാസ്റ്റാന്ന് നോക്കിയേ, അടിപൊളി കേട്ടോ. കൊല്ലത്തെ സ്റ്റാഫ് എന്തായാലും കൊള്ളാം. കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ ഈ ലോക്കമാണ് നമ്മളെ കൊണ്ടുവന്നത്. ആരക്കോണത്തിൻ്റെ ഒരു WP4 22764 കേട്ടോ. ഇതാണ് എറണാകുളം വരെ കൊണ്ടുവന്നത്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ചിലയിടത്തൊക്കെ നമ്മൾ പോയാലേ ലോക്കോ ഒക്കെ വരാൻ ഭയങ്കര താമസമാണ്. പക്ഷേ ഇത് വേഗം കൊണ്ടുപിടിപ്പിച്ച് ക്രൂവും കയറി സെറ്റായി. കൊല്ലത്ത് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 8:31 കേട്ടോ. വലിയ ഡിലേ ഒന്നുമില്ല, 10 മിനിറ്റ് ലേറ്റ് മാത്രമേ ഉള്ളൂ. രാവിലെ അപ്പോൾ കൊല്ലത്ത് നിന്നൊക്കെ ഭക്ഷണമൊക്കെ കിട്ടും കേട്ടോ, ഇഷ്ടംപോലെ സ്റ്റേഷനിൽ നിന്ന് കിട്ടും. പിന്നെ സൊമാറ്റോ ഡെലിവറി ഒക്കെ ഉണ്ട്. നമ്മളങ്ങനെ കൊല്ലം വിട്ട് ഇനിയിപ്പം മറ്റേ വേളാങ്കണ്ണി എറണാകുളം ബൈ വീക്കിലി ഉണ്ടല്ലോ, അതിൻ്റെ സെയിം സ്റ്റോപ്പ് തന്നെയാണ് ഇതിനും. ഒരു വ്യത്യാസവും ഇല്ല, വേറെ ദിവസം ഓടുന്നതെന്നേ ഉള്ളൂ. പിന്നെ ശകലം ടൈം വ്യത്യാസമുണ്ട്, അല്ലാണ്ട് വേറെ ഒരു വ്യത്യാസമില്ല. നമ്മൾ അടുത്ത സ്റ്റോപ്പിന് ശാസ്താംകോട്ടയാണ്. അത് കഴിഞ്ഞ് പിന്നെ കരുനാഗപ്പള്ളി, കായംകുളം, മാവേലിക്കര അറിയാമല്ലോ. പിന്നെ ആ ഒരു ബെൽറ്റാണ് ഫുള്ള്. മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം. ഇവിടെ അഷ്ടമുടിക്കായലിവിടെ ഉണ്ട് 20 km/h സ്പീഡ് സ്റ്റേഷൻ ഉണ്ട്. ഇതുണ്ടോ നമുക്ക്? ഇവിടെ ആണെന്ന് ഐലൻഡ് പറഞ്ഞത്. ഇവിടെ എന്തോ പാലത്തിൽ പണി നടക്കുന്ന കാരണം ട്രെയിൻ വളരെ പയ്യെ പോകുന്നത് കണ്ടോ. ഫുള്ള് എന്തോ പൊളിച്ചിട്ടേക്കുവാണുള്ളതുകൊണ്ട് ഈ സാധനം. ഇതിലേക്കിട്ട് നടക്കുന്ന എന്തൊരു സംഭവം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മൊത്തം മാറ്റി. നമ്മൾ കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചെങ്ങന്നൂർ എത്താറായിട്ടുണ്ട്. ഈ വണ്ടി നോർമലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വണ്ടി മറ്റേ വണ്ടിയും കൊല്ലം കഴിഞ്ഞിട്ട് അരമണിക്കൂർ ഡിലേ എപ്പോഴും ഉണ്ടാവും. എറണാകുളം ഓൺ ടൈം ആയിരിക്കും. കോട്ടയം വരെ ഒരു അരമണിക്കൂർ ഡിലേ ഉണ്ടാകും കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്, ഓൺ ടൈം വരത്തില്ല. ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് ഡിലേ ഉണ്ടാകും എപ്പോഴും. ഈ വണ്ടി വന്നേ പിന്നെ വേറൊരു ഗുണം കൂടെ ഉണ്ട്. അതായത് ഈ എറണാകുളത്തു നിന്ന് കായംകുളം വരെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര ഇവിടെ ഉള്ളവർക്ക് ട്രിച്ചി, തഞ്ചാവൂരൊക്കെ പോകണമെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതിന് മുമ്പ് വരെ, ഈ വണ്ടി വരുന്നതിന് മുമ്പ് വരെ ഡയറക്റ്റ് വണ്ടി ഇല്ലായിരുന്നു. കൊല്ലമൊക്കെ പോയി മാറി കയറണമായിരുന്നു. പക്ഷേ ഇനി ഇവിടുന്ന് ഡയറക്റ്റ് വണ്ടിയുണ്ട് ബുധനാഴ്ച ദിവസങ്ങളിൽ. അപ്പോൾ വീക്കിലി വണ്ടിയാണ്. അപ്പോൾ ട്രിച്ചി, തഞ്ചാവൂരൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ചൂസ് ചെയ്യാം കേട്ടോ. നല്ല വണ്ടിയാണ്. P4 കേട്ടോ, എന്തോ കിടലൻ ആക്സലേഷൻ നോക്കി, കീട്ടിലും പോക്ക് കേട്ടോ. P7 മാതിരി തന്നെ P4ൻ്റെ പവർ അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് മറ്റേ ഹംസഫറിന് പോയപ്പോൾ, പ്രയാഗരാജ് ഹംസഫർ. കീട്ടിലും പോക്കാണോ ഓക്കെ, അടിപൊളി. നമ്മുടെ വേളാങ്കണ്ണി വീക്കിലി എക്സ്പ്രസിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് കണ്ടെത്തിയിരിക്കുകയാണ്, കോട്ടയം കേട്ടോ. ഇപ്പോൾ സമയം 10:10. ഈ വണ്ടി തുടങ്ങിയ സമയത്തുണ്ടല്ലോ, അതായത് സ്പെഷ്യലായിട്ട് ആദ്യം തുടങ്ങിയ സമയത്ത്, ആ സമയത്ത് എറണാകുളം കോട്ടയം സ്ട്രെച്ചിൽ തൃപ്പൂണിത്തുറ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതെടുത്ത് കളഞ്ഞു. ഇപ്പോൾ എറണാകുളം കോട്ടയം സ്ട്രെച്ചിൽ നോൺ സ്റ്റോപ്പാണ് എന്തോ ഭാഗ്യത്തിന്.
നമ്മളങ്ങനെ ഓൺ ടൈം എറണാകുളം ജംഗ്ഷനിലേക്ക് കണ്ടെത്തുമ്പോൾ നമ്മളിപ്പോൾ തൃപ്പൂണിത്തുറ ആവുന്നു. നല്ല യാത്രയാണ്, നല്ല വണ്ടിയാണ് കേട്ടോ. നല്ല ഈ കോച്ച് മാത്രം ഷോക്കാണ് എൻ്റെ A1. ബാക്കി നല്ല റണ്ണാണ്, നല്ല പഞ്ച്വാലിറ്റിയാണ്, ഒരു കുഴപ്പമില്ല, അലമ്പൊന്നുമില്ല, സ്മൂത്ത് കിടിലം വണ്ടി. അപ്പോൾ എറണാകുളം, കോട്ടയം, പിന്നെ ചെങ്ങന്നൂർ ആ ഒരു സൈഡ്, കൊല്ലം സൈഡിലുള്ളവർക്കൊക്കെ തഞ്ചാവൂർ, ട്രിച്ചിയൊക്കെ പോകണമെങ്കിൽ ഒരു ബെസ്റ്റ് വണ്ടിയാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സെറ്റ് വണ്ടിയാണ്. സമയം 11:44, 11:55 നമ്മുടെ വണ്ടി കയറേണ്ടത്. നമ്മൾ 10 മിനിറ്റ് നേരത്തെ കണ്ട് എറണാകുളം സൗത്തിലേക്ക് കയറുക. നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിലേക്ക് തിരിച്ച് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് പോയത് പ്ലാറ്റ്ഫോം 2-ന്നാണ്, തിരിച്ച് വന്ന പ്ലാറ്റ്ഫോം 3-ലാണ്. അപ്പോൾ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസിൻ്റെ 2 വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് സിന്ധനൂർക്കാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പോയായിരുന്നു. ഫുള്ള് ഡീസൽ ട്രെയിനുകൾ മാത്രം ഓടുന്ന സൗത്ത് ഇന്ത്യയിലെ ഒരു ഏക സ്ഥലമാണ്. ശരിക്കും നമ്മുടെ ഇവിടെ ഡീസൽ ട്രെയിനുകൾ ഇപ്പോൾ കാണാൻ കിട്ടാനില്ല, ഒന്നുമില്ല, ഡീസൽ ട്രെയിനുകളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ പോലും ആയിട്ടില്ല. ഇലക്ട്രിഫിക്കേഷൻ വർക്കൊക്കെ തുടങ്ങാൻ പോകുന്നുള്ളതാണ് എൻ്റെ അറിവ്, തുടങ്ങിയെന്ന് അറിയത്തില്ല. അപ്പോൾ ഡീസൽ ട്രെയിനുകൾ മാത്രം പോകുന്നൊരു സ്ഥലത്താണ് നമ്മൾ പോകാൻ പോകുന്നത്. സിന്ധനൂർ എന്ന് പറയും, കർണാടകത്തിലാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് അടുത്ത യാത്ര. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയുക. അടുത്ത ദിവസം കാണാം. ബൈ.